നമ്മളൊന്ന് പറയാൻ പോകുന്നത് പ്രോബ്ലം 1, അതായത് യാഹിയ എന്നുള്ള ടെക്സ്റ്റ് ബുക്കിലെ 4.1 എന്നുള്ള പ്രോബ്ലമാണ്. എന്താണ് യാഹിയ എന്നുള്ള ടെക്സ്റ്റ് ബുക്കിലാണ്. യാഹിയ ടെക്സ്റ്റ് ബുക്കിലെ 4.1 എന്നുള്ള പ്രോബ്ലം വിത്തൗട്ട് യൂസിങ് ഗ്യാസ് ടേബിളാണ് ചെയ്യാൻ പോകുന്നത്. വിത്തൗട്ട് ഗ്യാസ് ടേബിൾ. നമുക്ക് തുടങ്ങല്ലേ? അതാണ് പ്രോബ്ലം. അപ്പോൾ എന്താണ് ഇതിൻ്റെ വിത്ത് ഗ്യാസ് ടേബിൾ ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ, ഇതിൻ്റെ ലിങ്ക് താഴെ ഇടാം, ഇത് നോക്കിയാൽ മതി. എയർ ഫ്ലോയിങ് ഇൻ എ ഡക്റ്റ് ഹാസ് എ വെലോസിറ്റി ഓഫ് 300 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ വായിച്ച് കഴിഞ്ഞിട്ട് G1 എഴുതണം. G1 എയർ ഫ്ലോയിങ് ഇൻ എ ഡക്റ്റ്, എയർ ആണെന്ന് മനസ്സിലായി, എയർ എന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്യാം. ഇറ്റ്സ് എ വെലോസിറ്റി ഓഫ് 300 മീറ്റർ പെർ സെക്കൻഡ്. എന്താണ് വെലോസിറ്റി? C = 300 മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് പ്രഷർ P = 1 bar. SI യൂണിറ്റിൽ എഴുതണം. 1 × 10⁵ Nm², അഥവാ പാസ്കൽ. ടെമ്പറേച്ചർ സിമ്പൽ T എത്രയാണ്? 290 കെൽവിൻ. ടേക്കിംഗ് ഗാമ = 1.4. എയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, ഗാമ 1.4ഉം ആറിൻ്റെ വാല്യൂ 287 എടുക്കേണ്ടതെന്ന് അറിയാം. ഡിസൈൻ എന്താണ്? J/kg കെൽവിനാണ്. കിലോ ആണെങ്കിൽ മാറ്റണം അതിനനുസരിച്ചിട്ട്. നമുക്ക് വേണ്ട SI യൂണിറ്റ് ജൂളിലാണ് വേണ്ടത്. അപ്പോൾ ടേക്കിംഗ് ഗാമ = 1.4 ആൻഡ് ആർ തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഇതിൽ എഴുതിയതാണ്. അവർ തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ ഉപയോഗിക്കുക. ക്വസ്റ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ ഗാമ 1.4 ആൻഡ് ആർ ഗ്യാസ് കോൺസ്റ്റൻ്റെ വാല്യൂ 287 J/kg കെൽവിൻ. ഇനി ഡിറ്റർമിൻ എന്താണ്? 25 എന്ന് പറഞ്ഞിട്ട് എഴുതണം. സ്റ്റാഗ്നേഷൻ പ്രഷർ ഒന്നാമത്തെ സംഭവം. സ്റ്റാഗ്നേഷൻ പ്രഷർ സിമ്പിൾ എന്താണ്? പ്രഷർ സിമ്പിൾ P, സ്റ്റാഗ്നേഷന് P 0. അപ്പോൾ P0. പിന്നെ ടെമ്പറേച്ചർ, സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറാണ് ഉദ്ദേശിക്കുന്നത്, T0. വെലോസിറ്റി ഓഫ് സൗണ്ട് രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റി ഓഫ് സൗണ്ടിൻ്റെ സിമ്പിൾ എന്താണ്? A. വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡാണ് C. വെലോസിറ്റി ഓഫ് സൗണ്ട് A എന്ന് ഉപയോഗിക്കുക. ഇൻ ഡൈനാമിക് കണ്ടീഷന് വെറുമേ, സ്റ്റാഗ്നേഷൻ കണ്ടീഷന് A0. സ്റ്റാഗ്നേഷൻ ഉള്ളതിൽ 0 ഉണ്ടായിരിക്കും അടിയിൽ. പിന്നെ എന്താ വേണ്ട? മൂന്നാമത്തെ സ്റ്റാഗ്നേഷൻ പ്രഷർ, അത് ഓൾറെഡി കണ്ടുപിടിച്ചാണ്, പക്ഷെ അത് വേറെ രീതിയിൽ കണ്ടുപിടിക്കണം. എന്താണ്? അസ്യൂമിങ് കോൺസ്റ്റന്റ് ഡെൻസിറ്റി. അസ്യൂമിങ് കോൺസ്റ്റന്റ് ആ വാല്യൂ. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? P0. വിത്തൗട്ട് യൂസിങ് ഗ്യാസ് ടേബിൾ ചെയ്യാൻ വന്നത്. അപ്പോൾ ടു ഫൈൻഡ് P0. അപ്പോൾ P0 കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? P0 ഉള്ള ഏതെങ്കിലും ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? അപ്പോൾ ശരിക്കും നോട്ടൊക്കെ ഉണ്ടാക്കിയവർക്ക് അറിയാം. എന്താണ് ഒരു റിലേഷൻ നമുക്ക് ഓർമ്മയിലേക്ക് വരും. എന്താണ്? P0/P = എന്താണ്? T0/T raised എന്താണ്? Γ/Γ-1. ഈ ഒരു റിലേഷൻ പലരും മനസ്സിലേക്കും വരും. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് T0/T അറിയണം. ഇനി ചിലരുടെ മനസ്സിലേക്ക് വരും എന്താണ്? നേരിട്ട് ഈ റിലേഷൻ വരും. P0/P എന്താണ്? ഈ T0/T വാല്യൂ ഓൾറെഡി അറിയാമല്ലോ. എന്താണ് T0/Tയുടെ വാല്യൂ? എന്താണ് ഇക്വേഷൻ? എന്താണ്? T0/T = ഡെറിവേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർമ്മയിൽ നോക്കിയൊക്കെ Γ-1/2 m². ഇതാണ് റിലേഷൻ. അപ്പോൾ T0/T ഡെറിവേഷൻ ഇതാണ്. അപ്പോൾ അതിന് എന്താണ്? P0/T ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഓർമ്മയുള്ളവർക്ക് എന്ത് ചെയ്യാം? നേരിട്ട് ഒറ്റ സ്ട്രെച്ചിൽ എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഇക്വേഷൻ എഴുതാം. ഇങ്ങനെ എഴുതാം. ഇത് raised Γ/Γ-1 എന്ന് പറഞ്ഞ് എഴുതാം. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ വെറുതെ ചെയ്തിട്ട് ഇത് വേസ്റ്റായി പോകും. ഇവിടെ ചെയ്തിട്ട് നേരെ Γ/Γ-1 ചെയ്തിട്ട് ആ പ്രഷർ വാല്യൂ എഴുതും. ടെമ്പറേച്ചർ വാല്യൂ കണ്ടുപിടിക്കേണ്ടി വന്നാൽ വീണ്ടും ഇതൊന്നുകൂടി ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്താ ഗുണമെന്ന് പറഞ്ഞുതരാം. T0/T ആദ്യം കണ്ടുപിടിക്കുക. T0/T ഈ ഉൾഭാഗം കണ്ടുപിടിക്കുക. അപ്പോൾ എന്താ വരിക? ഡേസിൽ 1 + Γ-1. ഗാമ എത്രയാണ്? ഗാമ ഓൾറെഡി നമ്മൾ ഗാമയുടെ വാല്യൂ 1.4. അപ്പോൾ എത്രയാണ്? 1.4 - 1/2. മാക് നമ്പർ അറിയണം M.
മാക് നമ്പർ എന്താണ്? എം ഈക്വൽ ടു സി ബൈ എ. ക്വസ്റ്റ്യനിൽ നേരിട്ട് മാക് നമ്പർ തന്നിട്ടില്ല, പക്ഷേ സി തന്നിട്ടുണ്ട്. അപ്പോൾ സി ബൈ എ ചെയ്യണം. സി ബൈ എ ചെയ്യാൻ വേണ്ടിയിട്ട് സിയുടെ വാല്യൂ 300. എയുടെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, ഓൾറെഡി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എയുടെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? റൂട്ട് ഓഫ് ഗാമ ആർ ടി. വെലോസിറ്റി ഓഫ് സൗണ്ടിൻ്റെ ഡെറിവേഷൻ അല്ലേ ഇത്, എങ്ങനെ വന്നതെന്നുള്ളത് ഡി പി ബൈ ഡി റോ ആ സംഭവം ഉണ്ടല്ലോ അത്. റൂട്ട് ഓഫ് ഗാമ ആർ ടി. അതിൽ എന്ത് ചെയ്യേണ്ട? ഗാമ എത്രയാണ്? 1.4, ആർ 287 ഇൻറ്റു ടി. ടി എത്രയാണെന്നുള്ള ക്വസ്റ്റ്യനിൽ 290 കെൽവിൻ. 290 കെൽവിൻ. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എയുടെ വാല്യൂ എന്ത് കിട്ടും? 341.35 എന്ന് കിട്ടും. 341.35 യൂണിറ്റ് അറിയാമല്ലോ, മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ എയുടെ വാല്യൂ കിട്ടി 341.35. നമ്മൾ ഡിവൈഡ് ചെയ്ത് എന്ത് വരും? അതിന് മുമ്പായിട്ട് ഈ എ കിട്ടിയ സ്ഥിതിക്ക് കൈയോടുകൂടി എഴുതി കൂടെ 341.35 എന്നൂടെ എഴുതി വയ്ക്കാം. അപ്പോൾ അതൊക്കെ ഇനി എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 300/341.35 ചെയ്ത് എത്ര കിട്ടും? സയൻറ്റിഫിക്കൽ റൂൾ ചെയ്ത് കഴിഞ്ഞാൽ 0.788 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട മാക് നമ്പർ ഇത് എവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ മതി? ഇവിടെ ഇൻറ്റു 0.8788 സ്ക്വയർ, മാക് നമ്പർ സ്ക്വയർ എന്ന് പറഞ്ഞില്ല, ഇതാണ്. അത് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വാല്യൂ കിട്ടുന്നത്? ഇതിൽ മൊത്തം സയൻറ്റിഫിക് റൂൾ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂ കിട്ടുക എത്രയാണ്? 1.1544. നമ്മൾ ഗ്യാസ് ടേബിൾ വഴി ചെയ്തപ്പോൾ എന്ന് കിട്ടിയ വാല്യൂ ഒരു പോയിൻ്റ് സംതിങ് ആയിരുന്നു കിട്ടിയിരുന്നത്. അതെന്തപ്പോൾ ഇത് 1 പോയിൻ്റ് കിട്ടാൻ കാരണം വേറെ ഒന്നല്ല, നമ്മൾ നേരത്തെ ഗ്യാസ് ടേബിളിൽ ഉണ്ടാവുക എന്താണ്? T/T0 ഉണ്ടാവുക. തല തിരിഞ്ഞിട്ടാണ് കിടക്കുന്നത്. T/T0 മുകളിൽ അടിയിലാണ് 0, മുകളിൽ വെറും ടി. സ്റ്റാറ്റിക് എന്ന് പറയും ഇതിനെന്താണ്? നമ്മൾ വെറുതെ ഉള്ളതിനെ സ്റ്റാറ്റിക് ടെമ്പറേച്ചർ എന്ന് പറയും. ഈ 0 ഉള്ളതിനെ എന്ത് പറയും? സ്റ്റാഗ്നൻറ്റ് ടെമ്പറേച്ചർ, സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ഉണ്ടല്ലേ, സ്റ്റാഗ്നേഷൻ. ഇത് സ്റ്റാറ്റിക് എന്ന് പറയും ആ വാക്ക്. അപ്പോൾ നമ്മളിവിടെ എത്തി. നമുക്ക് കിട്ടിയത് എന്താണ്? ഗ്യാസ് ടേബിൾ ഉണ്ടാവുക T/T0 ആണ്. അത് ഇതിന് നേരെ 1/, ചെയ്ത എഫക്റ്റ് ആയിരിക്കും, പോയിൻ്റ് സംതിങ് ആയിരിക്കും. ഇവിടെ 1.1544 എന്നുള്ളത് കിട്ടി. അപ്പോൾ എന്ത് കിട്ടിയത്? അപ്പോൾ T0/T കിട്ടിയില്ലേ? അപ്പോൾ T0/T ഇങ്ങനെ കിട്ടിയ സ്ഥിതിക്ക് ഇവിടെ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ തന്നെ ചെയ്യാമായിരുന്നു. ഒരു കാര്യം ചെയ്യാം, T0/T ഈക്വൽ ടു 1.1544 ഇംപ്ലൈസ് ഇതിൽ ഏതാ ടി അറിയോ? ടി ക്വസ്റ്റിൽ ഗീവണാണ്, ഓർമ്മയില്ലേ? ടി എത്ര? 290 വാല്യൂ അറിയാം. അപ്പോൾ നമുക്കറിയാം T0 അറിയാം. T0 എന്ത് ചെയ്താൽ മതി? T0 ഈക്വൽ ടു T ഇൻറ്റു 1.1544 ഈക്വൽ ടു എന്ത് വരും? 290 ഇൻറ്റു 1.1544. ഈ 290 ഇൻറ്റു 1.1544 മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? 334.776 കെൽവിൻ എന്ന് പറഞ്ഞു വരും. അപ്പോൾ നമുക്ക് വേണ്ട എന്ത് കിട്ടി? T0 കിട്ടി. അപ്പോൾ നമ്മളതൊന്നും എടുത്ത് നോട്ട് ചെയ്ത് വയ്ക്കുക. T0 ഇവിടേക്ക് നോട്ട് ചെയ്ത് വയ്ക്കുക 334. ഇങ്ങനെ ഇതിലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് വാല്യൂ ചെയ്യുന്നവർക്ക് ഇതിൽ സൗകര്യമായിരിക്കും. നിങ്ങൾ അവിടെ ഇവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇടയും തപ്പി കണ്ടുപിടിക്കാൻ സ്ട്രെയിൻ അല്ലേ, ഒരുമിച്ചൊരു സ്ഥലത്ത് കിട്ടും. നിങ്ങൾക്ക് തന്നെ പ്രോബ്ലം ചെയ്യുമ്പോൾ സുഖമാണ്, ഇവിടെ ഒരുമിച്ച് നോക്കാം. വാല്യൂ ചെയ്യുന്ന ആൾക്കും പെട്ടെന്ന് നോക്കാൻ പറ്റും. ഇനി അപ്പോൾ നമ്മുടെ ഉദ്ദേശം P0 കണ്ടുപിടിക്കലായിരുന്നു. ആ വഴിക്ക് അങ്ങ് T0/T കിട്ടി. ഇനി T0/T കിട്ടിക്കഴിഞ്ഞാൽ P0/P കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണ്ടേ? P0/P ഈക്വൽ ടു എന്താണ്? T0/T റേസ് ടു Γ/Γ-1 ആണ്. ഇംപ്ലൈസ് P0/P ഈക്വൽ ടു എത്രയാണ്? T0/T ഇവിടെ കിട്ടി കിടക്കുന്നുണ്ട്. എത്രയാണ്? 1.1544 റേസ് ടു ഗാമ എത്രയാണ്? 1.4/Γ-1 1.4 മൈനസ് 1.4 മൈനസ് 1 നേരിട്ട് പണി ചെയ്താൽ കേട്ടോ. 0.4 എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്താൽ കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കാണിച്ചെന്നുള്ളൂ. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് എന്ത് വരും? ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. ചെയ്യില്ല, അതിനെ സയൻറ്റിഫിക് ലെറ്ററിൽ ചെയ്യുക, ടൈപ്പ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ കിട്ടുന്ന വാല്യൂ എത്രയാണെന്ന് നോക്കി.
0.5587. P0 by P 0.5587 എന്ന് കിട്ടും. അല്ല 1.653 1.653. അപ്പോൾ എന്ത് കിട്ടി? P0 by P എത്ര കിട്ടി? 1.653. അതിൽ P ഓൾറെഡി അറിയാം. P എത്രയാണ്? 1 × 10⁵ എന്ന് പറഞ്ഞിട്ട് അറിയാം. എവിടെ കണ്ടില്ലേ? 1 × 10⁵ എന്ന് പറഞ്ഞിട്ട് അറിയാം. P0 വേണ്ടിയിട്ട് ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. ഇംപ്ലൈസ് P0 = P × 1.653 അല്ലേ? 1.653 10⁵. സൗണ്ടിൽ അല്ല തെറ്റി. 1.653 ഇത് ചെയ്യാം. അപ്പോൾ എന്ത് വരും? പിയുടെ വാല്യൂ ആണ് 1 × 10⁵. ചെയ്യുമ്പോൾ എന്ത് വരും? 1.653 × 10⁵ per meter square. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? P0 കിട്ടി. P0 1.653. ഓക്കെ, ഇനി A0 കിട്ടുക. A0 കിട്ടാൻ വേണ്ടിയിട്ട് എ കിട്ടിയത് എങ്ങനെയെന്ന് മനസ്സിലായില്ലേ? എന്താണ്? √Γ RT. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ഇവിടെ 2 കോൺസ്റ്റൻ്റ് ആണ്. ഇതിനനുസരിച്ചിട്ട് ഇവിടുത്തെ വാല്യൂ മാറും. അപ്പോൾ എന്താണ്? ടെമ്പറേച്ചർ അനുസരിച്ച് ആ ടെമ്പറേച്ചറുള്ള എ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? A0 കിട്ടാൻ വേണ്ടിയിട്ട് √Γ RT0 ചെയ്യാം. ചിലപ്പോൾ നമുക്ക് R അറിയാം, അല്ല ഗാമ അറിയാം 1.4. R എത്രയാണ്? 287 × T0 എത്രയാണ്? T0 ഇവിടെ കിട്ടിയിട്ടില്ല ഓൾറെഡി 334. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? A0 366.76 m/s. അപ്പോൾ A0 കിട്ടി. എത്രയാണ്? 366. നോക്കിയാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്താണ്? സ്റ്റാഗ്നേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി കൂടും കണ്ടില്ലേ? കാരണം അവിടെയുള്ള വേറെ കൈനറ്റിക് എനർജി മൊത്തം എന്താണ്? അല്ല, ബാക്കിയുള്ള എനർജികളെല്ലാതും വെലോസിറ്റി ആയി മാറുകയാണ്. സ്റ്റാഗ്നേറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാതും വെലോസിറ്റി ആയി മാറും. ആ പ്രഷർ കാര്യങ്ങളെല്ലാം വെലോസിറ്റി ആയിട്ട് മാറും. അപ്പോൾ ഞങ്ങൾ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ട എല്ലാം കിട്ടിയില്ല. ഇനി P0 ഇത് നമ്മൾ നേരത്തെ ഗ്യാസ് ടേബിൾ ഉപയോഗിച്ചപ്പോഴും ഇത് ചെയ്ത രീതി തന്നെ. കാരണം ഇത് ഗ്യാസ് ടേബിളായിട്ട് ബന്ധമില്ല. കാരണം എന്താണ്? P0 റോ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ എന്താണ്? ടു ഫൈൻഡ് P0 അസ്യൂമിങ് റോ കോൺസ്റ്റന്റ്. റോ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല. ഡീറ്റെയിൽ ആയിട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് P/ρ + c²/2 is a constant. തിരിച്ച് ചെയ്യുമ്പോൾ എന്ത് വരും? ഇംപ്ലൈസ് ഈ റോ കൊണ്ട് മൾട്ടിപ്ലൈ 2 സൈഡിലും P = ρ c²/2. അങ്ങനെയാണോ? അല്ല, അങ്ങനെ വേണ്ടത്. കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ എഴുതേണ്ടത് എന്താണ്? P/ρ + c²/2 0th കേസിൽ ആണെങ്കിൽ = എനി കേസിൽ c²/2. ഇവിടെ 1, ഇവിടെ 2 എന്നതിന് പകരം ഇവിടെ 0, ഇവിടെ ഒന്ന് സബ്സ്ക്രിപ്റ്റ് ഒന്നും ഉപയോഗിച്ചില്ല. അപ്പോൾ ഇതിൽ C0 എന്ന് പറയുന്നത് എന്താണ്? C0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ എന്ത് വരും? P0/ρ + 0 = P/ρ + c²/2. അപ്പോൾ എന്ത് വരും? ഇതില്ലല്ലോ. അപ്പോൾ ഇനി 2 സൈഡിൽ റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ P0 = P + ρ c²/2. അപ്പോൾ ഇത് നേരിട്ട് ബൈ ഹെഡ് പഠിക്കുക, അല്ലെങ്കിൽ ഡിറൈവ് ചെയ്യുക അങ്ങനെ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യാം നമുക്ക്. എന്താണ്? P0 = എന്താണ്? P ഓൾറെഡി അറിയാം. എത്രയാണ്? 1 × 10⁵ നോക്കണം.
ഓക്കെ 1 × 10⁵ പ്ലസ് റോ അറിയില്ല, റോ അറിയണം, ഇൻറ്റു C² അറിയാം, C എത്രയാണ്. അപ്പോൾ ഈ റോ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? റോ കിട്ടാൻ വേണ്ടിയിട്ട് റോ ടു ഫൈൻഡ് റോ നമുക്കറിയാം PV = RT എന്നറിയാം. ഈ V എന്ന് പറയുന്നത് സ്പെസിഫിക് വോളിയം, സ്മോൾ v ആണ്. അപ്പോൾ P/ρ = RT അഥവാ P = ρRT അഥവാ റോ ഈ RTനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം, അടിയിലേക്ക് കൊണ്ടുപോകാം. P/RT = ρ അഥവാ ρ = P/RT. അപ്പോൾ നമുക്ക് P ഓൾറെഡി അറിയാം, 1 × 10⁵ എന്നറിയാം. R എത്രയാണ്? 287 എന്നറിയാം. T എത്രയാണ്? T 290 കെൽവിൻ അറിയാം. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് എന്ത് വരും? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാം. 1.2 വരും ആൻസർ. 1.2 kg/m³. കാരണം SI യൂണിറ്റായിട്ട് നമ്മൾ ഫുൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതാണ് SI യൂണിറ്റിനോട് ഉപയോഗിച്ചാലാണ് കിട്ടുള്ളൂ കറക്റ്റ്. നിങ്ങൾ ഇവിടെ ബാറിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തെറ്റായിരിക്കും വാല്യൂ കിട്ടുക. കാരണം SI യൂണിറ്റിൽ ചെയ്യണത്. നമുക്ക് SI യൂണിറ്റ് ഉപയോഗിക്കണതാണ് നല്ലത്. പ്രഷർ റേഷ്യോ ചെയ്യുമ്പോൾ പ്രശ്നം വരില്ല, കാരണം റേഷ്യോ ആയതുകൊണ്ട് അതിന് യൂണിറ്റിൽ അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഏതിലാണ് ചെയ്തത്? പി തന്നിട്ടുള്ളത് എത്രയാണ്? ബാറിലാണെങ്കിൽ നിങ്ങൾക്ക് P0 കിട്ടുമ്പോൾ ബാറിൽ തന്നെയായിരിക്കും. അതായത് 1 പോയിൻ്റ് എന്താണ് നമ്മുടെ കേസിൽ എന്തായിരുന്നു ഇവിടെ പ്രഷർ റേഷ്യോ കണ്ടില്ലേ? 1.653. അപ്പോൾ നിങ്ങൾ Pയുടെ വാല്യൂ 1 ബാർ ആണെങ്കിൽ എന്ത് വരും? കണ്ട P × 1.653 എന്ന് ചെയ്താൽ മതി. അപ്പോൾ P 1 ബാർ ആണെങ്കിൽ P0 എത്രയായിരിക്കും? 1.653 ബാർ എന്ന് പറഞ്ഞ് കിട്ടും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ ചെയ്യും? ഒരു 10:5 ചെയ്യാനുള്ള മടി കാണിച്ചിട്ട് കാര്യമില്ല. അത് പണി കിട്ടും ചിലപ്പോൾ. എന്താണ് നമ്മൾ അറിയാണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ചിലപ്പോൾ നേരെ ഇവിടെ കയറിയാണ്ട് ബാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത് പ്രശ്നമാവും. അപ്പോൾ നമുക്ക് റോ കിട്ടിയില്ലേ? 1.2. അപ്പോൾ റോ എന്തിനാണ് കണ്ടുപിടിച്ചത്? നമ്മൾ റോ കണ്ടുപിടിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിരുന്നു. ഇത്രയാണ് 1.2. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇതിൻ്റെ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ 1.54 എന്ന് പറഞ്ഞ് കിട്ടും. × 10⁵ N/m². അപ്പോൾ നമുക്ക് വേണ്ട P0 കിട്ടിയില്ലേ? P0 അസ്യൂം ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ 1.54 × 10⁵. എന്താ യൂണിറ്റ്? പാസ്കലിന് എഴുതാം, അല്ലെങ്കിൽ ഡോട്ടൊന്നും വേണ്ട. പാസ്കൽ ഓർ കൺഫ്യൂഷനാണ് ഓർ Nm². അപ്പോൾ ഇവിടെ 1.653, ഇവിടെ 1.54. എന്താണ്? കംപ്രസിബിലിറ്റി ഇഫക്റ്റ് കൺസിഡർ ചെയ്തിട്ടുള്ള ഇക്വേഷനാണത്. ഈ P0 എന്തുണ്ട്? മാക് നമ്പറിൻ്റെ എഫക്റ്റ്, മാക് നമ്പറിനെ പറ്റി പറയുന്നുണ്ട്. P0 ടെമ്പറേച്ചർ ഫംഗ്ഷൻ ഓഫ് T0 ഫംഗ്ഷൻ ഓഫ് മാക് നമ്പർ. ഇവിടെ എന്താണ്? ഗ്യാസ് കോൺസ്റ്റൻറ്റ് അല്ല, ഈ റോ കോൺസ്റ്റൻ്റ് അസ്യൂം ചെയ്യുമ്പോൾ. ഓക്കെ. അപ്പോൾ നമ്മളിത് ഈ വീഡിയോ ശ്രദ്ധിക്കുക. ഈ ക്ലാസ് എന്താണ് ഈ പ്രോബ്ലം ചെയ്തത് വിത്തൗട്ട് യൂസിങ് ഗ്യാസ് ടേബിളാണ്. നമുക്ക് ഗ്യാസ് ടേബിൾ ഉപയോഗിച്ചിട്ടേ ഇല്ല. നമ്മളപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതുകൊണ്ട് നോക്കാം. നമ്മളെന്ത് ചെയ്യും? P0/P കിട്ടാൻ വേണ്ടിയിട്ട് T0/T ആദ്യം കിട്ടണം. എന്നിട്ട് റേസ് ടു Γ-1 T0/T കിട്ടാൻ വേണ്ടിയിട്ട് ഗ്യാസ് ടേബിൾ വേണമെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? അതിന് പകരം ഇക്വേഷൻ ഉപയോഗിച്ചു. അപ്പോൾ ഈ ഇക്വേഷൻ വഴി ചെയ്ത വാല്യൂസാണ് ഗ്യാസ് ടേബിളിൽ എഴുതി വെച്ചിട്ടുള്ളത്. പല മാക് നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഗാമയുടെ വാല്യൂ 1.4 സെറ്റ് ചെയ്തിട്ട് പല മാക് നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പല റേഷ്യോ കിട്ടും. അത് T/T0 ആണ് ഗ്യാസ് ടേബിൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ മാക് നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ടേബിൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ തെറ്റൊന്നുമില്ല അങ്ങനെ. പക്ഷേ എന്താണ് ഈ P0/P ചെയ്യുമ്പോൾ ഗാമ ചെയ്യുമ്പോൾ സമയം എടുക്കുമല്ലോ കുറച്ച്. അതുപോലെ വേറെ പല റിലേഷൻസും ഇതിരി ഹെവിയാണ്. ഇതിനുള്ളിൽ സാധനങ്ങൾ കുറച്ച് എണ്ണുണ്ട് വാല്യൂസ് ഇടാനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ സമയം കൂടുതലെടുക്കുക. ഇതൊക്കെ നമുക്ക് ഗ്യാസ് ടേബിൾ തന്നെ വേണമെന്നില്ല, നേരിട്ട് വേണമെങ്കിൽ ചെയ്യാം. ചില ക്വസ്റ്റിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കുക ഒരു ഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് വിത്തൗട്ട് യൂസിങ് ഗ്യാസ് ടേബിൾ, അല്ലെങ്കിൽ ഫൈൻഡ് ദി വാല്യൂ ആൻഡ് ചെക്ക് വിത്ത് എന്താണ് ആൻഡ് ഇവിടെ അഡീഷണൽ ആയിട്ട് ഉണ്ടാവും ചെക്ക് വിത്ത് വാല്യൂസ് ഇൻ ഗ്യാസ് ടേബിൾ. അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഗ്യാസ് ടേബിളിൽ നേരെ ഏതെങ്കിലും ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ നോർമലി ഒരെണ്ണം ചെയ്യും. നോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ വഴി ചെയ്യും, എന്നിട്ട് ഗ്യാസ് ടേബിൾ വഴി ചെയ്യും, തമ്മിൽ കമ്പയർ ചെയ്യും. ഇത് രണ്ട് വാല്യൂ തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരു 0. സംതിങ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മൾ മാക് നമ്പർ കിട്ടുന്നതും എന്താണ് ഇവിടെ 0.8788 കിട്ടിയെങ്കിലും
മാക് നമ്പറിൻ്റെ വാല്യൂ കണ്ട ഇത് കിട്ടിയെങ്കിലും നമ്മൾ ഗ്യാസ് ടേബിളിൽ നിന്ന് 2 ഡിജിറ്റേ ഉള്ളൂ, 2 ഡിജിറ്റ് അവിടെ ഒരു ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും, റൗണ്ട് ഓഫ് എററുകൾ കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം സക്സസ്ഫുള്ളി ചെയ്തു വിത്തൗട്ട് യൂസിങ് ഗ്യാസ് ടേബിൾ. ഓക്കെ.